നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 15 തിങ്കളാഴ്ചയാണ്. മേടം 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി വെറും 11 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചാരണത്തിൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി കളം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. BJP പ്രചാരണം നയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇന്ന് വിവിധയിടങ്ങളിൽ മോദിക്ക് പരിപാടികളുണ്ട്. അതുപോലെ രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. ഇടുക്കി കുമളിയിൽ ബൈക്ക് ജീപ്പുമായി കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു എന്ന വേദനാജനകമായ വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. വളരെ വേദനാജനകമായ വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. ഇടുക്കി കുമളിയിൽ ബൈക്ക് ജീപ്പുമായി കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോല സ്വദേശികളായ അജയ്, സന്തോഷ് എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? എപ്പോഴായിരുന്നു അപകടം? ഈ പരിക്കേറ്റ ഒരാളുടെ ആരോഗ്യനില എങ്ങനെ? ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെ രാഹുൽ? ശ്രീജിത്ത്, ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. കുമളി ഹോളിഡേ ഹോമിന് സമീപമാണ് 3 യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് ജീപ്പുമായി കൂട്ടിയിടിച്ചത്. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 2 പേരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോല സ്വദേശികളായ അജയ്, സന്തോഷ് എന്നിവരാണ് മരിച്ചത്. ഇതിൽ ഒരാളുടെ കൈകാലുകൾ അറ്റുപോയിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അരുൺ എന്ന് പറയുന്ന 22 വയസ്സുകാരനാണ്. ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇയാളുടെ നിലയും ഗുരുതരമായി തുടരുകയാണ്. അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വാഹനാപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഇന്നിറങ്ങും. നരേന്ദ്രമോദി ഇന്നലെ രാത്രി കൊച്ചിയിലെത്തി. ഇന്ന് ആലത്തൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി കോഴിക്കോട്ടെ UDF റാലിയിൽ പ്രസംഗിക്കും. പ്രകാശ് കാരാട്ട്, D രാജ തുടങ്ങിയ ദേശീയ നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനും LDF-ന് വേണ്ടി വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. പരസ്യപ്രചാരണം അവസാനിക്കാൻ 9 നാൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ടോപ്പ് ഗിയറിൽ. പ്രചാരണത്തിന് ആവേശം വിതറാൻ താരപ്രചാരകർ ഇന്നു കേരളത്തിലെത്തും. NDAയുടെ സ്റ്റാർ ക്യാമ്പയിനർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി കൊച്ചിയിലെത്തി. രാവിലെ 10:30 ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും ഉച്ചയ്ക്ക് 1:30 ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും നരേന്ദ്രമോദി പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. സമീപ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടാകും. ഇന്നു മുതൽ 22 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടികളാണ് രാഹുൽ ഗാന്ധിക്ക്. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന UDF-ന്റെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. മലബാർ മേഖലയിലെ UDF സ്ഥാനാർത്ഥികൾ വേദിയിലുണ്ടാകും. ഇന്നും നാളെയും സ്വന്തം മണ്ഡലമായ വയനാട്ടിലും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രിയെ കൂടാതെ ഇടതുമുന്നണിയുടെ താരപ്രചാരകനായ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് തൃശൂർ ജില്ലയിലുണ്ട്. ഇരിങ്ങാലക്കുട, തൃശൂർ, ഗുരുവായൂർ എന്നിവിടങ്ങളിലെ പ്രചാരണ പരിപാടികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ വോട്ടഭ്യർത്ഥിച്ച് CPI ജനറൽ സെക്രട്ടറി D രാജ പേരൂർക്കടയിലും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പാപ്പനംകോടും പ്രസംഗിക്കും. വരും ദിവസങ്ങളിലും കൂടുതൽ ദേശീയ നേതാക്കൾ പ്രചാരണം കൊഴുപ്പിക്കാൻ കേരളത്തിലെത്തും. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കാട്ടാക്കടയിൽ രാവിലെ 10 മുതൽ കർശന ഗതാഗത നിയന്ത്രണം. കാട്ടാക്കടയിലേക്കുള്ള മുഴുവൻ റോഡുകളും അടയ്ക്കും. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒന്നും കടത്തിവിടില്ല. കാട്ടാക്കടയിലും പരിസര പ്രദേശത്തെ റോഡുകളുടെ ഇരുവശങ്ങളിലും രാവിലെ മുതൽ പ്രധാനമന്ത്രി മടങ്ങും വരെ പാർക്കിങ്ങിന് നിയന്ത്രണം ഉണ്ടാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലും രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായക ദിനം. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. EDയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. R രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. RK, കെജ്രിവാളിന് ഇന്ന് എത്രത്തോളം നിർണായകമാണ്? RK, ഹൈക്കോടതി വിധിക്കെതിരെ അദ്ദേഹത്തിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന് വലിയ തിരിച്ചടി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സുപ്രീം കോടതി കൈക്കൊള്ളുന്ന സമീപനം ഏറെ നിർണായകമാവുകയും ചെയ്യും. തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം. അദ്ദേഹം ഈ മാപ്പ് സാക്ഷിയുടെ വിശ്വാസ്യത അടക്കമാണ് ഈ വിഷയത്തിൽ കാരണമായിട്ട് ഉന്നയിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാനായിട്ട് ഡൽഹി ഹൈക്കോടതി തയ്യാറായില്ല. മാത്രമല്ല, ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ഗൂഢാലോചനയിലടക്കം പങ്കുണ്ട്
എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ റോസവന്നി കോടതിയിൽ ഇന്ന് അദ്ദേഹത്തെ ഹാജരാക്കും. റോസവന്നി കോടതിയിൽ തന്റെ കസ്റ്റഡി സംബന്ധിച്ചിട്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നതടക്കമുള്ള കാര്യം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്യും. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് നടപടികൾ വേഗത്തിലാക്കി ഇന്ത്യൻ എംബസി. പെരുന്നാൾ അവധി കഴിഞ്ഞാൽ ഉടൻ കോടതിയെ സമീപിക്കും. മോചനത്തിന് വേണ്ട 34 കോടി രൂപ കൈമാറാൻ തയ്യാറാണെന്ന് എംബസി ഉദ്യോഗസ്ഥർ വാദിഭാഗം അഭിഭാഷകനെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാദിഭാഗം അഭിഭാഷകനുമായി എംബസി ഉദ്യോഗസ്ഥർ ഓൺലൈനായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടുത്ത ദിവസം നേരിട്ട് കണ്ട് തുടർ നടപടികൾ ചർച്ച ചെയ്യും. അബ്ദുറഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട തുക സമാഹരിച്ചതായി എംബസി രേഖാമൂലം അഭിഭാഷകനെ അറിയിച്ചിട്ടുണ്ട്. പെരുന്നാൾ അവധി കഴിഞ്ഞ് സൗദിയിലെ കോടതി തുറക്കുമ്പോൾ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കും. 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപ സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച ബാലന്റെ കുടുംബം കോടതിയെ അറിയിക്കും. അപ്പീലിനുള്ള സമയം അനുവദിച്ച ശേഷം കോടതി ഇക്കാര്യം മേൽക്കോടതിയെ അറിയിക്കും. മേൽക്കോടതിയുടെ അനുമതി ലഭിച്ച ശേഷം എംബസി വഴി തുക കൈമാറും. തുടർന്ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുകയും മോചനത്തിനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. നടപടിക്രമങ്ങൾക്ക് 2 മാസത്തിലേറെ സമയമെടുക്കും എന്നാണ് സൂചന. 24 ജിദ്ദ. നാട്ടിലേക്ക് തിരികെ എത്തുന്ന അബ്ദുൾ റഹീമിന് വീട് നിർമ്മിച്ചു നൽകും എന്നുള്ള പ്രഖ്യാപനം ഇന്നലെ എം എ യൂസഫ് അലിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു എം എ യൂസഫ് അലി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ആർ ശ്രീകണ്ഠൻ നായരും എം എ യൂസഫ് അലിയും തമ്മിലുള്ള അഭിമുഖം, അതിൻ്റെ പൂർണ്ണരൂപം ഇന്ന് രാവിലെ 8:15 പ്രേക്ഷകർക്ക് 24-ൽ 8:45 പ്രേക്ഷകർക്ക് 24-ൽ കാണാം. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനം ഉടൻ ഉണ്ടായേക്കുമെന്ന് സൂചന. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകും നടപടികൾ. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് ഇറാൻ ഇന്ത്യയെ അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഏറ്റവും ഒടുവിലായി എങ്ങനെയുണ്ടാകുന്നു? ആർ കെ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഇറാൻ ഇന്ത്യ അറിയിക്കാനായിട്ട് ശ്രമിച്ചത് ഇത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള ഒരു സമീപനമോ അല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഇസ്രയേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ വിഷയങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഇതിന് കാരണമായത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യ ആവശ്യപ്പെട്ടത് ഇന്ത്യക്കാരായിട്ടുള്ളവരെ സുരക്ഷിതമായിട്ട് മോചിപ്പിക്കണം എന്നുള്ളതാണ്. അക്കാര്യം അനുഭാവപൂർണ്ണം പരിഗണിക്കും എന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ ഇതിന്റെ ഭാഗമായിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചകൾക്ക് തുടർച്ച എന്ന രീതിയിൽ ഇന്നു മുതൽ തന്നെ നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ശുഭകരമായിട്ടുള്ള വാർത്ത നമുക്ക് ശ്രവിക്കാനാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. ആ വിധത്തിലാണ് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത പ്രതീക്ഷിക്കാം എന്ന വിധത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നു. ആർ കെ, ഈ ബന്ധുക്കളുമായി സംസാരിക്കാനൊക്കെ ഇവർക്ക് കഴിയുന്നുണ്ട്, അതിനുള്ള അവസരവും സാധ്യമാകുന്നുണ്ട്. അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒന്നുമില്ല, വൈകാതെ തന്നെ മോചനം സാധ്യമാകും, അങ്ങനെ കരുതാൻ കഴിയുമോ ആർ കെ? തീർച്ചയായിട്ടും ആണ് റേജിത്ത്. കാരണം ഇറാൻ വ്യക്തമാക്കുന്നതും ആ വിധത്തിലാണ്. ഇത് ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ ആ കപ്പലിലുള്ള ഇന്ത്യക്കാർക്ക് എതിരായ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സമീപനമോ ഇറാന് ഇല്ല. ഇക്കാര്യങ്ങളെല്ലാം ഇറാൻ ഇന്ത്യയെ ബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ഇറാന്റെ വിദേശകാര്യമന്ത്രി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും സുരക്ഷിതരാണ് എന്ന ഉറപ്പും ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അത് വീട്ടുകാരെ അടക്കം ബന്ധപ്പെടാനായിട്ടുള്ള അവസരങ്ങളൊക്കെ നൽകുന്നു എന്നതുൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ വിധത്തിൽ ഇറാൻ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. അതിനർത്ഥം സുരക്ഷിതരായിരിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച് മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു വെല്ലുവിളി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നത് തന്നെയാണ്. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മാസപ്പടി കേസിൽ CMRL MD അടക്കം 4 പേർ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കും. CMRL MD ശശിധരൻ കർത്ത, ചീഫ് ഫിനാൻസ് ഓഫീസർ K സുരേഷ് കുമാർ, മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു എന്നിവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ED സമൻസിലെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കേസിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്നാണ് CMRLനോട് ED ആവശ്യപ്പെട്ടിട്ടുള്ളത്. എക്സാലോജിക്കിന് നൽകാത്ത സേവനത്തിന്റെ പേരിൽ CMRL 1,72 ലക്ഷം രൂപ നൽകിയെന്ന ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് കേസിന് അടിസ്ഥാനം.
വാർത്തകളിലേക്ക് വീണ്ടും. പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയിൽ യുവതിയെ കൊലപ്പെടുത്തിയത് പ്രണയപ്പകയെ തുടർന്നെന്ന് പോലീസിന്റെ നിഗമനം. പ്രവിയയുടെ വിവാഹം നിശ്ചയിച്ചത് പ്രകോപന കാരണമായി. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതായും പോലീസ് അറിയിച്ചു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, നടുക്കത്തോടുകൂടി നമ്മൾ കേട്ട വാർത്തയാണ്. അതിലിപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിന് ശേഷം പോലീസ് ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നിഖിൽ? ഇരുവരുടെയും ഫോൺ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നാണ് ഇതൊരു പ്രണയപ്പകയാണ് എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. കാരണം ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. പ്രണയ അഭ്യർത്ഥന നിരസിച്ചതാണ് പ്രവിയെ പ്രതി കൊലപ്പെടുത്താൻ കാരണമായത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുന്ന ചില വിവരങ്ങൾ ഇരുവരുടെയും ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊടുമുണ്ടൽ തീരദേശ റോഡിൽ ഇന്നലെ രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഈ യുവാവ് പ്രവിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ മൃതദേഹം തിരിച്ചറിയാൻ പോലും പോലീസിന് സാധിച്ചിരുന്നില്ല. പിന്നീടാണ് അവരുടെ രേഖകളും മറ്റും മനസ്സിലാക്കി ഇത് പ്രവി ആണ് എന്ന് മനസ്സിലാവുന്നത്. പ്രവിയുടെ വിവാഹം ഈ മാസം 26-ന് നിശ്ചയിച്ചിരുന്നു. ഇതാണ് പ്രതിയെ വലിയ രീതിയിൽ പ്രകോപിതനാക്കിയത്. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് പ്രതി പലതവണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇരുവരും പ്രവിയ ഇതിന് തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചൊരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പ്രതി വീട്ടിൽ തൂങ്ങി മരിക്കുകയുമായിരുന്നു. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി നേർക്കുനേർ യുദ്ധത്തിനില്ലെന്ന് ഇസ്രയേലിനോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കയെ ആക്രമിക്കില്ല എന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി സംയമനം പാലിക്കുന്നുവെന്നും ഇറാൻ പ്രതികരിച്ചു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഇനി ഇസ്രയേലിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം ഒരു പ്രതികരണം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അപ്പോഴും ഈ സംഘർഷത്തിന് അയവ് വരുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു സമവായം രൂപപ്പെടുന്ന തരത്തിലുള്ളൊരു സമീപനം ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുമില്ല. ഐക്യരാഷ്ട്രസഭയിൽ സഭയടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. സമവായ നീക്കങ്ങൾ എങ്ങനെയാണ് മധു? റീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതിന് പകരം ചോദിക്കാൻ നിൽക്കരുതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് ആഗ്രഹിക്കുന്നത് ശരിക്കും ഒരു തിരിച്ചടിയാണ്. അവർ ഇപ്പോൾ പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഈ പശ്ചിമേഷ്യയിലെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നതും അതുപോലെ ഈ അമേരിക്ക ഇതിലേക്കൊക്കെ വലിച്ചിഴക്കുന്നതും ഒക്കെ മറ്റ് ലോക രാജ്യങ്ങൾക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്ക് ലോക നേതാക്കൾ ഇറാനോട് സംയമനം പാലിക്കുവാൻ ആവശ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഇസ്രായേൽ ഇനി ആക്രമിച്ചില്ലെങ്കിൽ പിന്നെ ഇറാൻ ഒരു ആക്രമണം തുടരില്ല എന്നുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. ഇറാനിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഇറാന്റെ അംബാസഡർ പറഞ്ഞത് അമേരിക്ക ഈ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ തടഞ്ഞത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഒരു സമാധാനത്തിനായി അവർ സംയമനം പാലിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കുവാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നൊരു നിലപാടാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. ശ്രീജിത്ത്, മധു, ഇസ്രായേലിന്റെ നിലപാട് എന്താണ്? മധു കൊട്ടാരക്കര. ഇസ്രായേലിന് ശരിക്കും ഒരു തിരിച്ചടി നൽകണമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും അവരുടെ വാർ ക്യാബിനറ്റിനും ഉള്ളത്. വാർ ക്യാബിനറ്റിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ എല്ലാവരും ഒരേ സ്വരത്തിലാണ് ഇതിനോട് യോജിച്ചത്. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കും അവർ പരസ്യമായ ഒരു നിലപാട് പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല. അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എപ്പോൾ എങ്ങനെ വേണമെന്നുള്ളതിന് പിന്നീട് തീരുമാനിക്കാം എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. ശ്രീജിത്ത്, ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നോക്കാമിനി ചില ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മണിപ്പൂരിലെത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് സന്ദർശനം. മണിപ്പൂരിന് പുറമെ ത്രിപുരയിലും രാജസ്ഥാനിലും അമിത്ഷാ പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുകശ്മീരിലെ ഉദ്ധംപൂരിലും BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഉത്തരാഖണ്ഡിലും പ്രചാരണത്തിനെത്തും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഇന്ന് രാജസ്ഥാനിലെ അൽവാറിലും ദൌസയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും.
ഡൽഹിയിലെ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യ കുമാർ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലും ദളിത് നേതാവ് ഉദിത് രാജ് നോർത്ത് വെസ്റ്റ് ഡൽഹിയിലും JP അഗർവാൾ ചാന്ദിനി ചൌക്കിലും മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 1ാം ഘട്ട പരസ്യ പ്രചാരണം ബുധനാഴ്ച അവസാനിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്താനിരിക്കെ മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 2 യുവാക്കളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കുക്കി വിഭാഗം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. സംസ്ഥാനത്തെ 3 ജില്ലകളിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. പ്രദേശത്ത് സുരക്ഷാ സേന പട്രോളിംഗ് ശക്തമാക്കി. ഗോത്രവിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പ്രതികരിച്ചു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണയിൽ നിന്ന് 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ 11 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ജില്ലകൾക്കുള്ള മുന്നറിയിപ്പ് എങ്ങനെ? അലക്സ്, ബിജിത്ത്, സംസ്ഥാനത്ത് താപനില ഉയർന്നു തന്നെ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രധാനമായി 11 ജില്ലകളിൽ താപനില സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്നലെ ഔദ്യോഗികമായി സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കണ്ണൂർ എയർപോർട്ടിലാണ്. 39.8 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് കണ്ണൂർ എയർപോർട്ടിൽ രേഖപ്പെടുത്തിയത്. ഫെബ്രുവരി 17 ശേഷം ഈ വർഷം ആദ്യമായാണ് കണ്ണൂരിൽ ഈ കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത്. പാലക്കാട് നേരത്തെ 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂട് രേഖപ്പെടുത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ തന്നെ പാലക്കാട് ജില്ലയിലെ ഓട്ടോമാറ്റിക് സ്റ്റേഷനുകൾ 40 ഡിഗ്രി സെൽഷ്യസിനും 45 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലും, അതുപോലെ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ ചില AW സ്റ്റേഷനുകളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ചൂട് കൂടും എന്ന് തന്നെയാണ് അടുത്ത ദിവസങ്ങളിലും. ഈ ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം വേനൽ മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലയോര മേഖലയിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഴ സാധ്യതയുള്ളതായി പ്രവചനമുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാരണം ഇടിമിന്നലിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനാൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതേസമയം കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് മറ്റു തടസ്സങ്ങളില്ല. റീജിത്ത്, അലക്സ് റാം മുഹമ്മദ് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വാർത്തകളിലേക്ക് വീണ്ടും. മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയാണ് തിരുവനന്തപുരം പാളയത്തെ ആരാധനാലയങ്ങൾ. ഒരേ മതിൽ പങ്കിടുന്ന മസ്ജിദും ക്ഷേത്രവുമൊക്കെ അതിനുദാഹരണം. വിശ്വാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമായ ഗണപതി ക്ഷേത്രത്തിന്റെ ഗോപുരവും പൂർത്തിയായി കഴിഞ്ഞു. അപരമത വിദ്വേഷം പടരുന്ന കാലത്താണ് കാലങ്ങളായുള്ള മതസൗഹാർദ്ദത്തിന്റെ തിരുവനന്തപുരം മാതൃക ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്. ഒരൊറ്റ മതിൽ, 2 വിശ്വാസങ്ങൾ. പാളയം ജുമാ മസ്ജിദും പാളയത്തെ ശക്തിവിനായക ക്ഷേത്രവും രാജഭരണകാലം തൊട്ടേ ഇങ്ങനെ തൊട്ടുരുമി നിൽപ്പാണ്. റോഡിനപ്പുറത്ത് പാളയത്തെ സെന്റ് ജോസഫ് ചർച്ചുമുണ്ട്. സ്വാതന്ത്ര്യപൂർവ്വകാലത്തെ വിവിധ സമുദായങ്ങളിൽപ്പെട്ട സൈനികർക്ക് വേണ്ടി സ്ഥാപിച്ച അമ്പലവും ഇസ്ലാം, ക്രിസ്ത്യൻ പള്ളികളും നിർമ്മിച്ചത് അക്കാലത്താണെങ്കിലും വിപുലീകരിച്ചത് ഒട്ടേറെ കഴിഞ്ഞ്, അതും സകല സമുദായങ്ങളുടെയും സഹകരണത്തോടെ. യാതൊരു പ്രശ്നവും യാതൊരു ബുദ്ധിമുട്ടും അമ്പലത്തിലെ ഭക്തന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മസ്ജിദിലെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അവർക്കും ഉണ്ടായിട്ടില്ല. ഉത്സവങ്ങളോ അതല്ലെങ്കിൽ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ പള്ളിയിലെ ആളുകളും എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്നു. ഇനി മസ്ജിദുകളിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആഘോഷങ്ങളോ ഉത്സവങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ അമ്പലത്തിലെ ആളുകളും എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്നു. ഈ അർത്ഥത്തിൽ പൂർണ്ണമായ സഹകരണത്തിലും വളരെ ഊഷ്മളമായിട്ടുള്ള ആത്മബന്ധത്തിലുമാണ് അമ്പലത്തിലെ വിശ്വാസികളും ഈ മസ്ജിദിലെ വിശ്വാസികളും 2 കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. ശക്തിവിനായക ക്ഷേത്രത്തിനിപ്പോൾ പുതിയ ഗോപുരം നിർമ്മിച്ചിരിക്കുകയാണ്. കാലങ്ങളായുള്ള സർവ്വമത വിശ്വാസികളുടെ ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുരം. നമ്മളെല്ലാ മതക്കാരും നമ്മൾ ഒരുമിച്ച് ഒരു സ്നേഹാർദ്ദപരമായിട്ട് നമ്മൾ ഒത്തൊരുമയോടുകൂടി പോവുകയാണ്. അതാണ് നമുക്ക് വിജയം തരുന്നത്.
അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളും നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ നമുക്ക് നല്ല വിജയമുണ്ടാവും. കപട കേരള സ്റ്റോറികൾ അരങ്ങുവാഴുന്ന കാലത്താണ് വർഷങ്ങൾക്ക് മുമ്പേ മാതൃകയായ ചില റിയൽ കേരള സ്റ്റോറികൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ മാതൃക കാട്ടി നിൽക്കുന്നത്. 24 തിരുവനന്തപുരം. സൗദിയിൽ പ്രീമിയം ഇഖാമ അനുവദിച്ചു തുടങ്ങി. മലയാളികൾ ഉൾപ്പെടെ പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഖാമ ലഭിച്ചു. നിശ്ചിത യോഗ്യതയുള്ളവർക്ക് 4000 റിയാൽ ഫീസ് നൽകിയാൽ പ്രീമിയം ഇഖാമ സ്വന്തമാക്കാം. സൗദിയിൽ പുതിയ പ്രീമിയം ഇഖാമക്കായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്ക് സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണ് പുതിയ വാർത്ത. മലയാളികൾ ഉൾപ്പെടെ പല വിദേശികൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രീമിയം ഇഖാമ ലഭിച്ചു. 10 വർഷത്തെ കാലാവധിയുള്ള പ്രീമിയം റെസിഡൻസി കാർഡിന്റെ ഡിജിറ്റൽ ഫോർമാറ്റാണ് പലർക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാർഡ് താമസിയാതെ പോസ്റ്റ് വഴി ലഭിക്കും. നിക്ഷേപകർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുമായി 5 തരം പുതിയ പ്രീമിയം ഇഖാമകളാണ് സൗദി പ്രീമിയം റെസിഡൻസി സെന്റർ നൽകുന്നത്. ഇപ്പോൾ ഇഖാമ ലഭിച്ചവരിൽ കൂടുതലും നിക്ഷേപകരാണ്. ഒറ്റത്തവണ 4000 റിയാലാണ് ഇൻവെസ്റ്റർ പ്രീമിയം ഇഖാമക്കായി ഈടാക്കുന്ന ഫീസ്. ചുരുങ്ങിയത് 7 മില്യൺ റിയാൽ ഇൻവെസ്റ്റ് ചെയ്യുക, 10 പേർക്കെങ്കിലും ജോലി നൽകുക എന്നതാണ് പ്രധാന വ്യവസ്ഥകൾ. ഇൻവെസ്റ്റർമാർക്ക് പുറമെ സ്പെഷ്യൽ ടാലന്റ്, ഗിഫ്റ്റഡ്, എന്റർപ്രണർ, റിയൽ എസ്റ്റേറ്റ് ഓണർ എന്നീ വിഭാഗങ്ങൾക്കും പ്രീമിയം ഇഖാമ നൽകുന്നുണ്ട്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് താൽപര്യം പോലെ ജോലി ചെയ്യാനും ജോലി മാറാനും ഇതുവഴി സാധിക്കും. ലെവിയോ, സൗദിയിൽ നിന്ന് പുറത്തുപോയി വരാൻ എക്സിറ്റ് റീ എൻട്രിയോ ആവശ്യമില്ല. വിമാനത്താവളങ്ങളിൽ സൗദി പൗരന്മാർക്ക് ലഭിക്കുന്ന മുൻഗണന ലഭിക്കും. സ്വന്തമായി ബിസിനസ് തുടങ്ങാനും വസ്തുക്കൾ വാങ്ങാനും പ്രീമിയം ഇഖാമയുള്ളവർക്ക് സാധിക്കും. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ഈ റിപ്പോർട്ടോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്.